നമസ്കാരം. ഓട്ടിസം ബാധിച്ച മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനിടെ ക്യാമറയ്ക്ക് മുന്നിൽ വിതുമ്പിക്കരഞ്ഞ് സ്പാനിഷ് ഫുട്ബോൾ താരം മാർക്ക് കുക്കുറയ. BBO സ്പോർട്സിൽ നൽകിയ അഭിമുഖത്തിലാണ് മകൻ മാത്യുവിനെ വളർത്തുന്നതിൽ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിന്റെ ജീവിതത്തെയും കരിയറിനെയും എങ്ങനെയെല്ലാം സ്വാധീനിച്ചുവെന്നും താരം തുറന്നു പറഞ്ഞത്. രോഗവിവരം ആദ്യം തിരിച്ചറിഞ്ഞ നാളുകളിൽ താനും പങ്കാളി ക്ലൗഡിയ റോഡ്രിഗസും കഠിനമായ മാനസിക വിഷമത്തിലൂടെയാണ് കടന്നുപോയതെന്ന് അദ്ദേഹം ഓർത്തെടുത്തു. കുട്ടിക്ക് ഓട്ടിസം ആണെന്ന് ഡോക്ടർമാർ പറയുമെങ്കിലും അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന ഒരു തീരുമാനം അത് മാതാപിതാക്കൾക്ക് പെട്ടെന്ന് ഈ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടാകില്ല എന്നും മനസ്സിലാകില്ലെന്നും തങ്ങളെല്ലാം പുതിയതായി പഠിച്ചെടുക്കുകയായിരുന്നുവെന്നും താരം വ്യക്തമാക്കി. മകന്റെ രോഗാവസ്ഥ തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചുവെന്നും കുക്കുറയ പറയുന്നു. ലോകത്തെ മറ്റൊരു കോണിലൂടെയും വ്യത്യസ്തമായ കണ്ണുകളിലൂടെയും കാണാൻ മാത്യുവാണ് തങ്ങളെ പഠിപ്പിച്ചതെന്ന് വികാരഭരിതനായി താരം കൂട്ടിച്ചേർത്തു. തുടക്കത്തിൽ മാത്യുവിനെ സാധാരണ സ്കൂളിലായിരുന്നു അയച്ചിരുന്നത്. എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ മകൻ കഠിനമായി ബുദ്ധിമുട്ടി. പലപ്പോഴും മണിക്കൂറുകൾക്കകം കർശിൽ നിർത്താതെ മകനെ തിരികെ കൂട്ടിക്കൊണ്ടുവരേണ്ടി വന്നിട്ടുണ്ട്. സ്കൂളിലാക്കി തിരികെ വീട്ടിലെത്തുമ്പോൾ ഇരുവർക്കും കണ്ണീരടക്കാൻ സാധിക്കുമായിരുന്നില്ലെന്നും ഒടുവിൽ മകന് പ്രത്യേക ശ്രദ്ധയും പരിചരണവും നൽകുന്ന സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. നിലവിൽ കുടുംബത്തിന്റെ ഓരോ തീരുമാനങ്ങളും മാത്യുവിന്റെ സൗകര്യം കൂടി കണക്കിലെടുത്താണ് കൈക്കൊള്ളുന്നത്. കുടുംബവുമായി ഒന്നിച്ചുള്ള അവധിക്കാല യാത്രകൾ, ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എന്നിവയിലെല്ലാം മകന്റെ കംഫർട്ടിനാണ് ഈ കുടുംബം പ്രാധാന്യം നൽകുന്നത്. ക്ലബ്ബുകൾ മാറുന്ന കാലത്തിൽ പോലും മകൻ അനുയോജ്യമായ തെറാപ്പി, മികച്ച വിദ്യാഭ്യാസവും ലഭിക്കുന്ന നഗരമാണോ എന്ന് വ്യക്തമായി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നും സ്പാനിഷ് താരം പറയുന്നു. കുടുംബം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരുന്നാൽ മാത്രമേ ഗ്രൗണ്ടിൽ തനിക്ക് 100% പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മകൻ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചെറിയ ചുവടുവയ്പും മറ്റെന്തിനേക്കാളും വലിയ സന്തോഷമാണ് നൽകുന്നത്. തന്റെ മകൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുമെങ്കിൽ യാതൊരു സമ്പാദ്യവും വേണ്ടെന്ന് പോലും പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ടെന്നും വിതുമ്പലോടെ അദ്ദേഹം പറഞ്ഞു. ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് കുക്കുറയ സംസാരിച്ചത്. ഇതിനോടകം തന്നെ ഈ അഭിമുഖം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. നിരവധി ആളുകളാണ് ഓട്ടിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത്. എന്തായാലും തന്റെ സിഗ്നേച്ചർ ലുക്കായ നീളമുള്ള മുടിയെക്കുറിച്ചും താരം അഭിമുഖത്തിൽ മനസ്സ് തുറക്കുന്നുണ്ട്. മകന് തന്റെ മുടി വളരെ ഇഷ്ടമായതുകൊണ്ടാണ് അത് ഇത്രയും നീട്ടി വളർത്തുന്നത്. ഏതെങ്കിലും ഒരു ദിവസം അവൻ തന്നെ മറന്നുപോയാൽ പോലും ഈ മുടി കണ്ടെങ്കിലും അവന് തന്നെ തിരിച്ചറിയാൻ സാധിക്കുമല്ലോ എന്ന വൈകാരികമായ വാക്കുകൾ അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരാധകരുടെ മനസ്സ് അലിയിക്കുന്ന ഒന്നായി മാറി. ഓട്ടിസം ബാധിച്ച കുട്ടികളെ വളർത്തുന്ന ലോകമെമ്പാടുമുള്ള മറ്റു മാതാപിതാക്കൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും പിന്തുണയും നൽകാനാണ് താൻ ഇത്തരം വ്യക്തിപരമായ അനുഭവങ്ങൾ പരസ്യമായി തുറന്നു പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളിക്കളത്തിലെ വീറോടെയുള്ള പ്രകടനങ്ങൾക്കൊക്കെ അപ്പുറം ഒരു പിതാവെന്ന നിലയിൽ കുക്കുറയെ നേരിടുന്ന പോരാട്ടങ്ങളും മകനോടുള്ള അതിരറ്റ സ്നേഹവും ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്.